ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ ഇന്ന് മുതൽ കിതാബു സക്കാത്തിൽ ഏകദേശം 20 ഹദീസുകൾ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം സക്കാത്തുമായി ബന്ധപ്പെട്ട എല്ലാ മസലകളും ഹുക്കുമുകളും വരുന്ന രീതിയിലുള്ള ഒരു ക്രോഡീകരണമാണ് ബുലൂഗുൽ മറാമിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ ഹദീസാണ്. രണ്ടാമത്തേത് അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബഹ്റൈനിലേക്ക് നിയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സക്കാത്തിൻ്റെ സ്വത്ത് എങ്ങനെ സ്വീകരിക്കണം, അതേപോലെ തന്നെ ഏതൊക്കെയാണ് സ്വത്തുക്കൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണ കുറിപ്പ് അല്ലെങ്കിൽ എഴുത്ത്, അതാണ് രണ്ടാമത്തെ ഹദീസ്. സക്കാത്ത് എന്താ അർത്ഥം? സക്കാത്തിൻ്റെ അർത്ഥം അന്നമാഉ വ തസ്കിയ എന്നാണ്. വളർച്ച, ശുദ്ധി, ഇതൊക്കെയാണ് അതിൻ്റെ സക്കാത്തിൻ്റെ അർത്ഥം. സക്കാത്ത് മൊത്തത്തിൽ മക്ക കാലഘട്ടത്തിൽ തന്നെ ഫർദാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ സക്കാത്തിൻ്റെ വിശദമായ രൂപത്തിൽ, അതായത് ഇന്ന സ്വത്തിന് ഇന്ന ഇത്ര വിഹിതം തുടങ്ങിയ രീതിയിലുള്ളതായ അതിൻ്റെ വിധി, നിർബന്ധ രൂപത്തിലുള്ള വിധി, അത് ഹിജ്റയുടെ രണ്ടാമത്തെ വർഷം മദീനയിൽ വെച്ചാണ്. സക്കാത്തിന് മറ്റൊരു പേരുണ്ട്. അതെന്താ? സദഖ. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ. അതേപോലെ നമ്മുടെ ഈ ഹദീസ് ഉണ്ടല്ലോ, ഒന്നാമത്തെ ഹദീസ്, അതിലെന്താ? ഇന്നല്ലാഹ ഇഫ്തറദ അലൈഹിം ഫി അംവാലിഹിം സദഖതൻ തുഖദ് മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. അവിടെ സദഖതൻ എന്നാ പറഞ്ഞത് ഉണ്ടോ? സക്കാത്ത്, സദഖ, രണ്ട് പേരുകളും ഖുർആനിലും വന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. സക്കാത്ത് വളർച്ചയാണ്, അതേപോലെ ശുദ്ധിയാണ്. സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി സ്വത്ത് ശുദ്ധമാകും, സ്വത്തിൻ്റെ ഉടമയും ശുദ്ധാകും. പിന്നെ സക്കാത്തിലൂടെ നമുക്ക് ഇല്ലായ്മയും നഷ്ടം ഭയക്കാനില്ല. സക്കാത്തിലൂടെ വളർച്ചയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. പലിശയെ അള്ളാഹു കെടുത്തും, സദക്കാത്തിനെ അള്ളാഹു പോഷിപ്പിക്കും. അതുകൊണ്ടാണ് ഈ പേര് വന്നിട്ടുള്ളത്. പിന്നെ സദക്ക എന്ന് പറഞ്ഞാൽ സിദ്ഖിൽ നിന്നാണ്. എന്താ സിദ്ഖ്? സിദ്ഖ് സത്യസന്ധതയാണ്, അല്ലേ? സദക്ക കൊടുക്കുന്നവൻ ഈമാനിൽ സത്യസന്ധനാണ് എന്നുള്ളതാണ് അതറിയിക്കുന്നത്. ഈമാനിൽ അയാൾ സത്യസന്ധനാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഹദീസിൽ കാണാം വസ്സദഖത്തു ബുർഹാൻ. സദക്ക ബുർഹാനാണ്. പിന്നെ അസ്സലാത്തു ദിയാഉൻ വസ്സദഖത്തു അല്ല അസ്സബ്റു ദിയാഉൻ വസ്സദഖത്തു ബുർഹാനുൻ. ഹദീസിൽ കാണാം സദക്ക ബുർഹാനാണ്. ബുർഹാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബുർഹാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെളിവിനാണ് പറയുക, ലക്ഷ്യത്തിന്. ശരിക്ക് ഈ ബുർഹാൻ എന്നുള്ളത് ഇപ്പം മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മഴ നിന്നാൽ സൂര്യന് ചുറ്റും കാണപ്പെടുന്ന വെളിച്ചമുണ്ടല്ലോ, വെട്ടം, സൂര്യന് ചുറ്റും കാണപ്പെടുന്ന വെട്ടത്തിനാണ് ബുർഹാൻ എന്ന അറബി ഭാഷയിൽ പറയാം. എന്ന് പറഞ്ഞാൽ അത് അതാണ് തെളിവിന് പ്രയോഗിക്കുന്നത്. ആ പദമാണ് അസലിൽ, ആ പദമാണ് എന്ത് ചെയ്യുന്നത്? ബുർഹാൻ, തെളിവിന് പ്രയോഗിക്കുന്നത്. എന്ന് പറഞ്ഞെങ്കിൽ വസ്സദഖത്തു ബുർഹാനുൻ. സദക്ക ബുർഹാനാണെന്ന് പറഞ്ഞെങ്കിൽ ഒരാൾ സക്കാത്ത് കൊടുക്കുന്നുവെങ്കിൽ, സദക്ക കൊടുക്കുന്നുവെങ്കിൽ അയാളുടെ ഈമാൻ്റെ ഏറ്റവും പ്രകടമായ വ്യക്തമായ തെളിവാണേത്? സദക്ക. മനസ്സിലായല്ലേ? അതാണ് ആ പ്രയോഗത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നൊരു വിഷയം. അപ്പോൾ സദക്ക സിദ്ഖിൽ നിന്നാണ്. ഒരു സദക്ക കൊടുക്കുന്ന വ്യക്തി, സക്കാത്ത് കൊടുക്കുന്ന വ്യക്തി, അയാൾ ഈമാനിൽ തീർത്തും സത്യസന്ധനാണ് എന്നർത്ഥം. സക്കാത്ത് നിർബന്ധമാണ്, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് പിരിക്കാൻ ആളെ വിട്ടത് പിൽക്കാലങ്ങളിലാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദക്ക പിരിക്കാൻ ആളെ വിട്ടതുമായി ബന്ധപ്പെട്ടുള്ളതായ ഹദീസുകൾ ഇബ്നു ഹജർ ഇവിടെ കൊടുത്തത്. അതിലേറ്റവും
പിന്നെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ട ഹദീസ് നമ്മളുടെ ഈ ഹദീസാണ്. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ് ഒന്നാമത്തേത്. ഇതിൽ പിന്നെ ഒരു ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഒരു റഹ്മക്കല്ലാഹ് ഗവർണറെ, പിന്നെ ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പോൾ സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രാമീണതയിലൂടെ പോയപ്പോൾ ഒരാൾക്ക് 25 ഒട്ടകങ്ങളുണ്ട്, 25 ഒട്ടകം. അപ്പോൾ ആ 25 ഒട്ടകങ്ങളെ കണ്ടപ്പോൾ എന്ത് ചെയ്ത്, ഈ സക്കാത്ത് പിരിക്കാൻ പോയ വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് 25 ഒട്ടകങ്ങളുണ്ട്, 25 ഒട്ടകങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഒരു ബിന്ത് മഖാലാണ്. ബിന്ത് മഖാൽ, അത് നമുക്ക് ഇനി ഇൻഷാ അല്ലാഹ് വരും. ബിന്ത് മഖാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വയസ്സ് പൂർത്തിയായ പെണ്ണൊട്ടകാണ്. 1 വയസ്സ് പൂർത്തിയായി 2ാമത്തെ വയസ്സിൽ പ്രവേശിച്ച പെണ്ണൊട്ടകാണ്. അപ്പോൾ ബിന്ത് മഖാൽ നിങ്ങളെ ഒട്ടകങ്ങൾക്ക് പറഞ്ഞാൽ 25 ഒട്ടകങ്ങളുണ്ട്, അതിന് ഒരു ബിന്ത് മഖാൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 25 ഒട്ടകങ്ങളുടെ ഉടമ സഹാബി പറയാണ്, ഇതിൽ നിന്ന് ഇപ്പം നിങ്ങൾ സക്കാത്തായിട്ട് ഒരു ബിന്ത് മഖാലിനെ പിടിച്ചാൽ പിന്നെ ലാ ബഹ്റു യുർക്കബ് വല ദിർഉൻ യുഹ്ലബ്, ഒരു വാഹന സവാരിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരൊട്ടകമല്ല അത്, പിന്നെ പാല് കറന്നിട്ട് എടുത്തിട്ട് ഉപകരിക്കാൻ പറ്റിയ ഒട്ടകമല്ല. ബിന്ദു മഖാൽ എന്ന് പറഞ്ഞാൽ 1 വയസ്സ് തികഞ്ഞതല്ലേ. അതുകൊണ്ട് എൻ്റെ ഈ ഒട്ടകങ്ങളിൽ ഒരു നാക്കത്തുൻ കൗമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തടിച്ചു കൊഴുത്ത ഒട്ടകം, അതിനെ എടുക്കാൻ പറഞ്ഞ് ആ വ്യക്തി, സ്വത്തിൻ്റെ ഉടമ. അപ്പോൾ ഈ സക്കാത്ത് പിരിക്കാൻ പോയ വ്യക്തി പറഞ്ഞില്ല, അത് പറ്റൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ 25 ഒട്ടകങ്ങൾക്ക് ഒരു ബിന്ത് മഖാദിനെ എടുക്കാനാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ അത് മതി, അത് എടുക്കുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, എന്തിനാണ് ബിന്ത് മഖാദിനെ എടുക്കുന്നത്? ഞാൻ സമ്മതിക്കണില്ലേ, ഞാൻ പറയാണ് നിങ്ങളോട് കൊണ്ടുപോകാൻ വലിയ ഒട്ടകം, കാരണം അത് കിട്ടണവനൊരു ഫലാകട്ടെ. അപ്പോൾ അയാൾ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ഇത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞത്, ഇത് ഈ വ്യക്തി ആമിലിനെയും കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, റസൂലെ 25 ഒട്ടകങ്ങളുണ്ട്, അതിൽ നിന്ന് ബിന്ത് മഖാദിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല, വലിയൊരു ഒട്ടകമുണ്ട്, അതിന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആമിൽ കൂട്ടാക്കണില്ല, നിങ്ങൾ പറഞ്ഞത് ബിന്ത് മഖാദിനെ എടുക്കാനാണ്, അപ്പോൾ അത് മതി എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ മനപ്പൊരുത്തത്തോടു കൂടിയാണ് ഈ പറയുന്നത്, അത്വയ്യിബത്തു ബിഹാ നഫ്സുക്, നിങ്ങളുടെ മനസ്സ് ഇത് പറയുമ്പോൾ നല്ല മനസ്സാണോ, നല്ല മനസ്സോടു കൂടിയാണ് നിങ്ങൾ ഈ പറയുന്നത്, അതെല്ലാം പിന്നെ ഞാൻ ആളയച്ചു, അത് നിർബന്ധിതനായിട്ടാണ് എന്ന് വെച്ചത്. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാൻ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ റസൂലെ ഇത് പറയണത്. ചെറിയൊരു കുട്ടിയാകുമ്പോൾ കിട്ടുന്ന ആൾക്കൊരു ഫലമല്ല, അതിൻ്റെ പുറത്ത് കയറി സവാരി ചെയ്യാനും പറ്റൂല, കറന്ന് പാലെടുക്കാനും പറ്റൂല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ മാലിക്, അള്ളാഹു നിങ്ങളുടെ സ്വത്തിൽ നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ. ആമിലിനോട് എന്ത് ചെയ്ത് ആ വലിയ ഒട്ടകത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് റാവി പറയാണ്, ഈ സക്കാത്ത് കൊടുത്ത വ്യക്തി ഉണ്ടല്ലോ, അയാൾ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലം വരെ ജീവിച്ചു എന്നാണ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലം വരെ ജീവിച്ചു. അയാൾ മരിക്കുന്ന കാലഘട്ടത്തിൽ അയാൾ ദശക്കണക്കിന് ഒട്ടകങ്ങളെ സക്കാത്ത് കൊടുത്തിരുന്നു. ദശക്കണക്കിന് പറഞ്ഞാൽ 10കളാണ്, മനസ്സിലായി? അത്ര ഒട്ടകങ്ങളെ സക്കാത്ത് കൊടുക്കാൻ അപ്പോൾ അയാൾക്ക് എത്ര ഒട്ടകങ്ങൾ ഉണ്ടായിരിക്കും, മനസ്സിലായല്ലേ? അത് സക്കാത്ത് കൊടുക്കുമ്പോൾ മനപ്പൊരുത്തത്തോടു കൂടി, കാരണം ഇത് സക്കാത്ത് പറഞ്ഞാൽ സ്വത്ത് എടുത്തു കൊടുക്കല്ലേ, അവനവൻ്റെ സ്വത്തും അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കല്ലേ. അപ്പോൾ മാത്രമല്ല സക്കാത്തിൽ ഇത് അള്ളാഹിനോടുള്ള താമുലാണ്, മനസ്സിലായോ, സ്വത്തിൽ. അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് നൽകുന്നത് എങ്കിൽ മനസ്സിലായേ, സക്കാത്ത് വളർച്ചയാണ്. പിന്നെ സക്കാത്ത് എന്തുവാണ്? സക്കാത്ത് ശുദ്ധിയുമാണ് എന്നുള്ളത് അറിയിക്കാനാണ് ആ ഒരു ചരിത്രം ആ വിഷയത്തിൽ നമ്മൾ വായിക്കണത്. അലാ കുല്ലിൻ നമ്മൾ പിന്നെ അതിൽ ഒന്നാമത്തെ ഹദീസ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ് അല്ലേ. നീ ആ ഒന്നാമത്തെ ഹദീസും അടുത്ത ഹദീസും കുറച്ച് വായിക്കുക, എന്നിട്ട് ഞാൻ അതെന്ത് ചെയ്യാം, ഇവിടെ അതിൻ്റെ പദാർത്ഥവും മറ്റും വിശദീകരിക്കാം. ഒന്നാമത്തെ ഹദീസ് വായിച്ചു തന്നെ. വാൻ ഇബ്നു അബ്ബാസിൻ ഉറക്കണ വായിക്കണം. അഗ്നിയാഇഹിം ഫുഖറാഇ മുത്തഫഖുൻ അലൈഹി വൽ ലഫ്ദു ലിൽ ബുഖാരി. ഒന്നാമത്തെ ഹദീസ് ഇബ്നു ഹജർ
പിന്നെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസാണ്. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിൻ്റെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് അയച്ചപ്പോൾ മുആദിനോട് പറഞ്ഞ ഉപദേശമാണ് ആ ഹദീസിൻ്റെ ഉള്ളടക്കം. മനസ്സിലല്ലേ? അത് കുറേ വിഷയങ്ങളാണ്. മുആദ് ഇബ്നു ജബൽ ആരാ? മുആദ് ഇബ്നു ജബൽ അൽ അൻസാരി, അദ്ദേഹം അൻസാരിയാണ്. ആലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനെ കുറിച്ച് പറഞ്ഞത്. ആലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, ഹലാൽ ഹറാം വിഷയങ്ങളിൽ ഉമ്മത്തികളിൽ ഏറ്റവും അറിവുള്ള ആളാണ് ആര്? മുആദ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യമനിലേക്ക്, ഹദർമൗത്തിലേക്ക് ഒക്കെ നിയോഗിച്ചത് ആരെയാണ്? മുആദ് റളിയല്ലാഹു ശരിക്കും ഒരിടത്തും നിന്നിട്ടില്ല. അദ്ദേഹം എന്താണ് എല്ലാ നാടുകളിലും ചുറ്റിക്കറങ്ങുന്ന ആളായിരുന്നു. കാരണം മൂപ്പരെ എല്ലാവർക്കും ആവശ്യമാണ്. കാരണം ഹലാൽ ഹറാം വിഷയം കൂടുതൽ അറിയുന്ന വ്യക്തി എന്നുള്ള നിലക്ക്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ സിറിയയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്ത് പിന്നെ മദീനയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞ് സിറിയയിൽ ഞങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ ഒരാൾ അത്യാവശ്യമുണ്ട്, അമീർ മുഅ്മിനോട് പറഞ്ഞ്. അപ്പോൾ അമീർ മുഅ്മിനീൻ ഉമർ എന്ത് ചെയ്തു? മുആദിനെ പറഞ്ഞയച്ച്. ഇതല്ലേ? അങ്ങനെ സിറിയയിൽ മുആദ് റളിയല്ലാഹു തആല ദീന് പഠിപ്പിച്ച് അവിടെ ജീവിക്കുന്ന ആ കാലഘട്ടത്തിലാണ് അവിടെ അംവാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്ലേഗ് രോഗം പരന്നിട്ട് മുആദ് റളിയല്ലാഹു അതിൽ ഷഹീദാകുന്നത്. മനസ്സിലല്ലേ? അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ, നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അലാ കുല്ലിൻ മുആദ് റളിയല്ലാഹുവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്? നിയോഗിക്കുന്നത്. എവിടേക്ക്? യമനിലേക്ക്. അപ്പോൾ മുആദ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മുആദ് ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ അഹ്ല കിതാബ് ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. പിന്നെ തുടങ്ങിയിട്ട് അത് ഒരു ഉപദേശമാണ്, നീണ്ട ഉപദേശമാണ്. ആദ്യമായിട്ട് വേദക്കാരുടെ അടുക്കലേക്കാണ് നിങ്ങൾ പോണത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യത്തിൽ വചനത്തിലേക്കാണ്, പിന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിലേക്കാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അവർ അതിന് നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ മേൽ ദിനരാത്രങ്ങളിൽ നിർബന്ധമാക്കി 5 വക്ത് നമസ്കാരങ്ങളെക്കുറിച്ച് അവരോട് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതൊക്കെയാണ് അതവിടെ എന്ത് ചെയ്യുന്നത്? ഫദക്കറൽ ഹദീസ് എന്ന് പറയുന്നില്ല, അതാണ് ആ വിഷയം. പിന്നെ അവർ നിസ്കാരത്തിൻ്റെ കാര്യവും അവർ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെയാണ് പറയുന്നത് എന്ത്? ഇന്നല്ലാഹ അഫ്തറള അലൈഹിം സദഖത്തൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ, യമനിലാണല്ലോ അവർ, അപ്പോൾ അവർ തൗഹീദ് അംഗീകരിച്ച് നിസ്കാരം സമ്മതിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് പറയേണ്ടത് അള്ളാഹു അവരുടെ സ്വത്തുക്കളിൽ ഇന്നല്ലാഹ ഖദ് ഇഫ്തറള അലൈഹിം, അള്ളാഹു അവരുടെ മേൽ ഫറലാക്കിയിരിക്കുന്നു, ഔജബ അലൈഹി എന്നർത്ഥം, ഫറലാക്കിയിരിക്കുന്നു. എന്ത്? സദഖത്തൻ, സക്കാത്ത്. എവിടെ? ഫി അംവാലിഹിം, അവരുടെ സ്വത്തുക്കളിൽ അള്ളാഹു സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അലിമുഹും, അവരെ അറിയിക്കണം എന്നാണ്. ആ സക്കാത്ത് എന്താണ്? തുഖദ് മിൻ അഗ്നിയാഇഹിം, അവരിലെ ധനികരിൽ നിന്ന് സ്വീകരിക്കപ്പെടണം. വ തുറദ്ദു അല ഫുഖറാഇഹിം, അവരിലെ ദരിദ്രർക്കിടയിൽ അതെന്ത് ചെയ്യണം? വേദിക്കുകയും ചെയ്യണം എന്ന് ആണ് അതിൽ ഉപദേശം. എത്രയല്ലേ ഉള്ള അതിൽ? പിന്നെ ഉണ്ടോ? ഇല്ല. ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗമുണ്ട്, മനസ്സിലായില്ലേ? ഇയ്യാക വ ഖറാഇം അംവാലിഹിം ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്. അതായത് സക്കാത്ത് എടുക്കുമ്പോൾ അവരുടെ മുന്തിയ സ്വത്ത് മാത്രം സക്കാത്തായിട്ട് എടുക്കുന്നത് സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ അവരെ ദ്രോഹിക്കലാണ്, മർദ്ദിക്കലാണ്. അതുകൊണ്ട് മർദ്ദിതരുടെ പ്രാർത്ഥന സൂക്ഷിച്ചോ. ആ മർദ്ദിതരുടെ പ്രാർത്ഥനയും അള്ളാഹുവിനും ഇടയിൽ യാതൊരു മറയില്ല, അള്ളാഹു അത് കബൂലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹിൻ്റെ ഉപദേശം പിന്നെയും തുടരുന്നുണ്ട്. അലാ കുല്ലിൻ ഇവിടെ സക്കാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ധനികരുടെ മേൽ ഫറളാക്കി, അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടണം. എന്നിട്ട് അത് ഫുഖറാക്കൾക്കിടയിൽ വേദിക്കുകയും വേണം. അവരിലെ ഫുഖറാക്കൾ എന്നാണ് ആ ഹദീസിൻ്റെ ലഫ്ദ് വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു സക്കാത്ത് എവിടുന്നാണോ പിരിച്ചത് അവിടെ തന്നെ അത് വിതരണം ചെയ്യണം, മറ്റു നാടുകളിലേക്ക് അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് വെച്ചിട്ട്. പക്ഷേ അത് ബലപ്പെട്ട അഭിപ്രായമല്ല. ആവശ്യമാണ് എങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൽ വിലക്കില്ല. പിന്നെ ദരിദ്രർക്കിടയിൽ സക്കാത്ത് വീതം വെക്കണം എന്ന് പറഞ്ഞത്, ദരിദ്രർ ഫുഖറ എന്ന് പറഞ്ഞെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നതിൽ 8 വിഭാഗത്തിൽ 1 വിഭാഗം മാത്രമാണ്. പിന്നെ 7 വിഭാഗം വേറെ ഉണ്ട്. ഇവിടെ ധനികരിൽ നിന്ന് സ്വീകരിച്ചിട്ട് ദരിദ്രർക്കിടയിൽ വീതം വെക്കണം എന്നാണ് പറഞ്ഞത്. വേറെയും 7 വിഭാഗം ആളുകൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവരെ ഇവിടെ പരാമർശിച്ചില്ല? സക്കാത്ത് സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അർഹരാരാണ്? സക്കാത്ത് ഉണ്ട്, അത് വീതിക്കപ്പെടാൻ ഏറ്റവും അർഹരാരാണ്? ഫുഖറാക്കളാണ്, അവരാണ് ഏറ്റവും ആവശ്യക്കാർ. അതുകൊണ്ട് അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പരാമർശിച്ചു. അതിൻ്റെ അർത്ഥം മറ്റാളുകൾക്ക് കൊടുക്കേണ്ട എന്നല്ല. മറ്റ് 7 വിഭാഗങ്ങളും അർഹരാണ്, പക്ഷേ ഏറ്റവും അർഹരാരാണ്? ഫുഖറാക്കളാണ്. അതുകൊണ്ട് അവരെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്.
തയ്യബ്. ഇത് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും ഇബ്നു അബ്ബാസിൽ നിന്ന് ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിലെ ലഫ്ള് ആരുടേതാണ്? അത് വല്ലഫ്ളുലിൽ ബുഖാരി. തയ്യബ്, അതാണ് ഒന്നാമത്തെ ഹദീസ്. ഖലാസ്. ഇനി അടുത്ത ഹദീസ്. കാരണം അത് നമുക്ക് കുറേ ടൈം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് മസാലകൾ ഇനി നമുക്ക് പിന്നീട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടുത്ത ഹദീസ് വായിച്ചാൽ നിങ്ങൾ വായിച്ചാൽ. ഖലാസ്, അതുവരെ. അൻ അനസ് റളിയല്ലാഹു തആല അൻഹു, എന്താ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം. അനസ് ഇബ്നു മാലിക്കാണ്. അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കതബ ലഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. അത് എപ്പോഴാണ് എഴുതി കൊടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരുവിയോഗത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത് അനസ് റളിയല്ലാഹു അൻഹുവിനെ ബഹ്റൈനിലേക്ക് അയക്കുകയാണ്. ബഹ്റൈനിലേക്ക്. അതൊക്കെ ബഹ്റൈൻ ഇസ്ലാമിന് കീഴ്പ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ബഹ്റൈനല്ല കേട്ടോ, അന്നത്തെ ബഹ്റൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ എന്താണ് അന്നത്തെ ബഹ്റൈനിൽ പെടും. അഹ്സ തുടങ്ങിയ ഈ ഭാഗങ്ങളൊക്കെ. ഏതായാലും ബഹ്റൈനിലേക്ക് ഇവിടുന്ന് ഭയങ്കര സ്വത്ത് വരുമാനം ഉള്ള സ്ഥലമായിരുന്നു ഈ ബഹ്റൈൻ ഭാഗം. അവിടെ പല സഹാബികൾക്കും ഇവിടെ എന്തുണ്ടായിരുന്നു, സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അലാകുല്ലിൻ ബഹ്റൈനിലേക്ക് അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ആരെ അയച്ചു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അയച്ചു. അയച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. എന്താ എഴുതി കൊടുത്തത്? വായിച്ചാണ്. അതാണ് ഹാദിഹി എന്താ ഫരീദത്തു സദഖ. ഇത് ഫരീദത്തു സദഖയാണ്, അതായത് നിർബന്ധ സക്കാത്താണ്. ആരാ നിർബന്ധ സക്കാത്തിനെ നിർബന്ധമാക്കിയത്? ഫറളഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് ഫറളാക്കിയത്. റസൂലുള്ളാഹി എങ്ങനെ ഫറളാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ കൽപ്പിച്ചതനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് വായിച്ചാണ് ഹാദിഹി ഫരീദത്തു സദഖ അലൽ മുസ്ലിമീൻ. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് അള്ളാഹു കൽപ്പിച്ചതാണ്. മുസ്ലിമീങ്ങളുടെ മേലാണ് ആര് ഫറലാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഫറലാക്കിയത്. അതുകൊണ്ട് തന്നെ സക്കാത്ത് മുസ്ലിമീങ്ങളുടെ സ്വത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ആ മുസ്ലിമീങ്ങളുടെ സ്വത്തിൽ എന്തില്ല? സക്കാത്തില്ല. മുസ്ലിമീങ്ങളുടെ സ്വത്തിൽ നിന്നാണ് സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. കുറേ ഉസൂലിയായ വിഷയങ്ങളൊക്കെ ഇതിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യും. മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഹുക്കുമിനെ ഫറലാക്കാൻ അവകാശമുണ്ടോ, പിന്നെ തുടങ്ങി കുറേ മസലകൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഉസൂലിൽ ചർച്ച ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിൻ്റെ സക്കാത്തിൻ്റെ വിഹിതങ്ങളാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് നീണ്ട ഹദീസല്ലേ. അതാണ് ഫീകുല്ലി എന്താ പറഞ്ഞേ? ഫീകുല്ലി പിന്നെ മിനൽ ഇബിൽ, ഒട്ടകങ്ങളിൽ എല്ലാ 24 എന്താണ്? ഖനമുൻ അല്ലേ? ആടാണ്. അതായത് ഒട്ടകം ഒരാൾക്ക് 24 എണ്ണമുണ്ട് എങ്കിൽ ആ 24 ഒട്ടകം വരെ എന്താണ്? ആടാണ് സക്കാത്ത്. അതെങ്ങനെയാണ്? അത് പറഞ്ഞാൽ ഫീകുല്ലി ഖംസിൻ ഷാത്ത്. ഫീകുല്ലി ഖംസിൻ 24 ഒട്ടകങ്ങളാണ് ഒരാൾക്കുള്ളത് എങ്കിൽ ഓരോ 5ലും ഷാത്തുൻ ഒരാടാണ്. ഫീകുല്ലി ഖംസിൻ ഓരോ 5 ഒട്ടകങ്ങൾക്കും എത്ര സക്കാത്ത്? ഷാത്തുൻ ഒരാടാണ്. അപ്പോൾ 24 ഒട്ടകം ഉണ്ടെങ്കിൽ എത്ര ആട് കൊടുക്കണം? 4. 5 ഇല്ല, 4. കാരണം 25 ഉണ്ടെങ്കിലാണ് അങ്ങനെ 5 വരാം. 5 വരില്ല ഒരിക്കലും. കാരണം 24 പിന്നെ ഓരോ 5 ഓരോ ആടാണ്. അപ്പോൾ 4 ആട്. ബാക്കി ഫൈദ ബലഗത് 25 ഇലാ 35. ഒട്ടകങ്ങൾ 25 എത്തി. ഏതുവരെ? ഇതിപ്പോൾ 5 മുതൽ 24 വരെയാണ് നമ്മൾ പറഞ്ഞത്. എന്ത്? ഒരാടല്ല,
നാലാട്. പിന്നെ 25 മുതൽ 35 വരെ, അതാണ്. ഒരാൾക്ക് 25 മുതൽ 35 വരെ ഒട്ടകങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഫഫീഹ ബിന്തു മഖാദിൻ ഉൻസ, അതിലെന്താ സക്കാത്ത്? ഒരു ബിന്ത് മഖാദാണ്. ബിന്തു മഖാദ് എന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് തികഞ്ഞ് 2-ാം വയസ്സിൽ പ്രവേശിച്ച പെണ്ണൊട്ടകാണ്. കുട്ടി, ഒട്ടകത്തിൻ്റെ കുട്ടി. ഒട്ടകക്കിടാവ് പറയാം, പശുക്കിടാവ് പറയും പോലെ ഒട്ടക കുട്ടി, പെണ്ണൊട്ടക കുട്ടി. ബിന്ത് മഖാൽ എന്ന് പറഞ്ഞാൽ മഖാദിൻ്റെ മകൾ എന്നല്ല എൻ്റെ അർത്ഥം. മഖാദ്, ഈ മഖാദിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ ഈ മഖാദ് ആരായിരിക്കും? തള്ള ഒട്ടകമാണ് അല്ലേ? ഒരു ഒട്ടകം പ്രസവിച്ച് 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പിന്നെ അടുത്ത ഗർഭധാരണത്തിന് പ്രാപ്തിയായി. അതാണ് മഖാദ് എന്ന് പറഞ്ഞത്. മഖാദ് ഗർഭധാരണത്തിന് പ്രാപ്തിയായി, സമയമായി. അപ്പോൾ അതിൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ 1 വയസ്സ് തികഞ്ഞ് 2-ാം വയസ്സിലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടക കുട്ടിക്കാണ് ബിന്ത് മഖാൽ എന്ന് പറയാം. തയ്യബ്, അത് എത്ര? 25 മുതൽ 35 വരെ ബിന്ത് മഖാൽ. നേരത്തെ വെച്ചാൽ ഫഇല്ലം തകുൻ 35 വരെ ഒട്ടകങ്ങളുണ്ട്. ബിന്ത് മഖാൽ ആ കൂട്ടത്തിലില്ല. സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ബിന്ത് മഖാലാണ്. ഞാൻ പറഞ്ഞില്ലേ, സംഭവം നേരത്തെ പറഞ്ഞില്ലേ, സഹാബി പിരിക്കാൻ പോയ ബിന്ത് മഖാൽ എടുക്കാനാണ്. ബിന്ത് മഖാൽ ഇല്ല എങ്കിൽ ഇബ്നു ലബൂനിൻ ദക്കർ, ഇബ്നു ലബൂനിൻ ദക്കർ എന്ന് പറഞ്ഞത്. അതില്ല എങ്കിലാണ് ഇബ്നു ലബൂൻ. ഇബ്നു ലബൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വയസ്സ് തികഞ്ഞ് 3-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച ആണൊട്ടകാണ് ഇബ്നു ലബൂൻ. ലബൂനിൻ്റെ കുട്ടി എന്നാണ് അല്ലേ? ലബൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെണ്ണൊട്ടകാണ്. അതിന് ലബൂൻ എന്ന് പറയാൻ കാരണം കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്പോഴത്തേക്ക് ഈ ഒട്ടകം മറ്റൊന്നിനെ പ്രസവിച്ചിട്ട് അത് പാലുള്ളതാവും. ലബനിൽ നിന്നാണ്. ലബൂൻ എന്നുള്ളത് എന്താണ്? ലബനിൽ നിന്നാണ്. ലബൻ എന്താ? പാലാണ്. ഇബ്നു ലബൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലബൂനിൻ്റെ കുട്ടി എന്നാണ്. അതങ്ങനെ പറയാൻ കാരണം ഇത് 2 വയസ്സായ ഒട്ടക കുട്ടിയാണ്. അപ്പോൾ ഒരൊട്ടകം അതിൻ്റെ കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്പോഴത്തേക്ക് ഈ തള്ള ഗർഭം ധരിച്ചിട്ട് അടുത്തതിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രസവിച്ചിട്ട് അതിന് പാലുണ്ടാവും. അതാണ് ഇബ്നു ലബൂൻ എന്ന് പറയുന്നത്. 2 വയസ്സ് കഴിഞ്ഞ് 3-ലേക്ക് പ്രവേശിച്ച ഒട്ടകക്കുട്ടി, ആണൊട്ടകക്കുട്ടി. തൈ, അത് ബിന്ത് മഖാദ് ഇല്ല എങ്കിൽ. തൈ, സിത്ത വസലാസീൻ ഇല 45. ഒട്ടകങ്ങൾ 36 നിന്ന് 45 വരെ എത്തി. 45 വരെ ഒട്ടകം എത്തിയിട്ടുണ്ട് എങ്കിൽ അതിലെന്താ കൊടുക്കണ്ടേ? ഫഫീഹ ബിന്ത് ലബൂൻ. നിങ്ങൾ പറഞ്ഞാണ് എന്താ ഈ ബിന്ത് ലബൂൻ? 2 വയസ്സ് കഴിഞ്ഞ് 3-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടകം അതാണ് ബിന്ത് ലബൂൻ. ഇബ്നു ലബൂന് പറഞ്ഞതുപോലെ തന്നെ ബിന്ത് ലബൂൻ. അത് 45 വരെയുള്ള ഒട്ടകങ്ങൾക്ക് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ബിന്ത് ലബൂനാണ്. മനസ്സിലാണ്ട? നമ്മൾക്ക് ഒട്ടകോ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ തരില്ല. തയ്യബ്, ഇനി അടുത്ത വായിക്കേ. ഫൈദാ ബലഗത് 46 ഇലാ 60. ഒട്ടകം 46 മുതൽ 60 വരെ ഒട്ടകങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിൽ ഫഫീഹ ഹിഖ്ഖത്തുൻ, അതിൽ ഒരു ഹിഖ്ഖയാണ് സക്കാത്ത്. ഹിഖ്ഖയും പെണ്ണൊട്ടകാണ്. അതിൻ്റെ പ്രത്യേകത ഹിഖ്ഖ 3 വയസ്സ് കഴിഞ്ഞ് 4-ലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും.
ഇതിന് ഹിക്ക എന്ന് പറയാൻ കാരണം ഈ ഒട്ടകക്കുട്ടി ഉണ്ടല്ലോ, അപ്പോൾ ബിന്ത് ലബൂൻ, ബിന്ത് മഹാദ്, ബിന്ത് ലബൂൻ ഒക്കെ പറഞ്ഞ ആ ഒട്ടകക്കുട്ടി അത് ഹിക്കയാണ് എപ്പോൾ 3 വയസ്സിൽ തികഞ്ഞ് 4ലേക്ക് പ്രവേശിച്ചാൽ എന്ന് പറഞ്ഞാൽ തൊറൂഖത്തുൽ ഇബിൽ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തൊറൂഖത്തുൽ ഫഹൽ അല്ലേ, തൊറൂഖത്തുൽ ജമൽ എന്ന് പറഞ്ഞു. അതായത് ആണൊട്ടകത്തിന് പുറം കയറാൻ മാത്രം ഈ ഒട്ടകം എന്തായി പാകപ്പെട്ട്. ഹിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബിന്ത് മഹാദ്, ബിന്ത് ലബൂൻ ഉണ്ടല്ലോ, ഇത് 3ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച് 3 പൂർത്തിയായി 4ലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ ഗർഭധാരണത്തിന് പ്രാപ്തമായി എന്ന് പറഞ്ഞെങ്കിൽ ആണൊട്ടകം അതിന് പുറം കയറാനും, മനസ്സിലായി, അത് ഗർഭധാരണത്തിനും പ്രാപ്തമായി. അതാണ് ഹിക്ക എന്നതിന് പേര്, ഹിക്ക എന്ന് പേര്. പിന്നെ ഭാരം വഹിക്കാനും ആളെ ചുമക്കാനും ഒക്കെ ഒട്ടകം എന്തായി പ്രാപ്തമായി. അതുകൊണ്ടാണ് അതിന് ഹിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രായം എത്രയാണ്? 3 പൂർത്തിയായി 4ലേക്ക് പ്രവേശിച്ച പ്രായമാണ്. ഇതിൽ ഉണ്ടല്ലേ ഈ ഒട്ടകങ്ങൾക്ക് ധാരാളം പേരുകളാണ് പൊതുവിൽ, അത് ധാരാളം പേരുകളാണ്, ശതക്കണക്കിന് പേരുകളാണ് ഒട്ടകങ്ങൾക്കുള്ളത്. അതിൽ ഓരോ ഏജിന് വേറെ വേറെ പേരുകളാണ്. അത് അറബി ഭാഷയുടെ ആ ബാഹുല്യം, അതിൻ്റെ ആ വിശാലതയാണ് അറിയിക്കുന്നത്. അറബി ഭാഷയുടെ പ്രത്യേകതയാണത്. 60 വരെ ഒട്ടകങ്ങൾക്ക് ഒരു ഹിക്ക എന്ന് ഒരു പ്രായം തികഞ്ഞ ഈ പ്രായത്തിലുള്ള ഒട്ടകത്തിന് പേരിടാനുള്ള കാരണം ഞാൻ പറഞ്ഞത് മനസ്സിലല്ലേ. അതിനെ പുറം കയറാനും അതിൻ്റെ മുകളിൽ ഭാരം വഹിക്കാനൊക്കെ യോഗ്യമായിരിക്കും എന്ത് ആ പ്രായത്തിലുള്ള ഒട്ടകം. അതാണ് അവിടെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഖലാസ്, മനസ്സിലാക്കണ്ടേ? ഈ പറയുന്നത് മനസ്സിലാകണ്ട? പ്രായപൂർത്തിയായത് പെണ്ണ്, ഹിക്കത്ത് പെണ്ണാണ്. അത് അതിൻ്റെ പുറം കയറാണ്, അത് പുറം കയറാനല്ല, അതിൻ്റെ പുറം കയറാൻ. ഇതൊക്കെ ഉണ്ടല്ലേ പെണ്ണൊട്ടകത്തിനാണ് എന്ത് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്തിനാ ഈ പെണ്ണൊട്ടകത്തിന് സക്കാത്ത് കൊടുക്കുന്നത്? അത് ലഭിക്കുന്നവൻ എന്തായി പിന്നെ അതൊരു ഭാവിയായി. അടുത്ത ഫൈദ ബലഗത് വാഹിദതൻ വസിത്തീൻ ഇലാ 75 ഒട്ടകങ്ങൾ 61 നിന്ന് 75 വരെ എത്തിയാൽ ഫഫീഹ ജിദഅത്തുൻ അല്ലേ, ജദഅത്തുൻ ഫീഹ ജദഅ. അപ്പം അതിന് ഒരു ജദഅത്താണ് സക്കാത്ത്. 75 വരെ ഒട്ടകങ്ങൾ ഒരാൾക്ക് ഉണ്ട് എങ്കിൽ അതിൽ ജദഅത്താണ് സക്കാത്ത്. ജദഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വയസ്സ് പൂർത്തിയായി 5ലേക്ക് പ്രവേശിച്ചത് ശരിയല്ലേ. ജദഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് കൊഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം, പല്ല് കൊഴിഞ്ഞു. 4 വയസ്സ് കഴിഞ്ഞ് 5ലേക്ക് പ്രവേശിച്ച ഒട്ടകത്തിൻ്റെ പല്ല് കൊഴിയും. അതാണ് പല്ല് കൊഴിയുന്ന പ്രായം. ജദഅ. ഈ ജദഅ എന്നുള്ളത് ഒട്ടകങ്ങളിലാണ് 4 വയസ്സ് കഴിഞ്ഞിട്ട് 5ലേക്ക് പ്രവേശിച്ചത്. മറ്റ് പശുവിൽ അതേപോലെ തന്നെ ആടിലൊക്കെ അതിന് വേറെ വേറെ പ്രായമാണ്. ഒട്ടകങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 തികഞ്ഞ് 5ലേക്ക് പ്രവേശിച്ചതാണ് ജദഅത്ത്. അപ്പോൾ 75 ഒട്ടകങ്ങൾ ഉടമപ്പെടുത്തിയ ഒരു വ്യക്തി ജദഅയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതും പെണ്ണൊട്ടകം, ഒക്കെ പെണ്ണൊട്ടകം. ستة وسبعين إلى 90 90 بنت നിങ്ങൾ പറഞ്ഞേ. 76 മുതൽ 90 വരെ ഒട്ടകങ്ങൾ ഉടമപ്പെടുന്ന ഒരു വ്യക്തി സക്കാത്ത് കൊടുക്കേണ്ടത് എന്താണ്? ബിൻതാലബൂൻ. എന്താ ബിൻതാലബൂൻ? 2 ഒട്ടകങ്ങളെ കൊടുക്കേണ്ടത്. എങ്ങനെയുള്ള ഒട്ടകങ്ങൾ? 2 തികഞ്ഞ് 3ലേക്ക് പ്രവേശിച്ച ഒട്ടകം, 2 വയസ്സ് തികഞ്ഞ് 3ലേക്ക് പ്രവേശിച്ച 2 ഒട്ടകങ്ങളെയാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ പേരിൻ്റെ അർത്ഥം മനസ്സിലാണ്ടോ? ബിന്ത് ലബൂൻ, ബിന്ത് മഹാദൊക്കെ അത് എന്തിനാ പേരിട്ട് എന്നുള്ളത് അതിൻ്റെ ആ പ്രയോഗം മനസ്സിലാക്കണം. വായിക്കും. ഹെക്കത്താനി പിന്നെന്താ?
120 വരെ ഒട്ടകങ്ങൾ ഉടമപ്പെടുത്തിയ ഒരു വ്യക്തി കൊടുക്കേണ്ടത് എന്താണ്? 2 ഹിക്കകളാണ്. 2 ഹിക്കകളാണ്. എന്താ ഹിക്ക പറഞ്ഞ? 3 തികഞ്ഞ് 4ലേക്ക് പ്രവേശിച്ചു. 3 വയസ്സ് തികഞ്ഞ് 4ലേക്ക് ഒട്ടകാണ് ഹിക്കത്ത്. 120 വരെ ഒട്ടകങ്ങൾ ഉടമപ്പെടുത്തുന്ന ഒരു വ്യക്തി 2 അങ്ങനത്തെ ഹിക്കകളാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. ഖലാസ് മനസ്സിലാണ്ട? طيب فإذا زادت على 20 و100 ففي كل 40 بنت لبون وفي كل 50 120 അപ്പുറം പിന്നെ നോക്കുക ഫി കുല്ലി 40 പിന്നെ അതിനപ്പുറം ഓരോ 40നും ബിന്ത് ലബൂന് കൊടുക്കണം. ഓരോ 50നോ ഹിക്കത്തും കൊടുക്കണം. അതായത് 120 കഴിഞ്ഞ് ഒരാൾക്ക് 160 ഒട്ടകണ്ടിയെങ്കിൽ എന്താ കൊടുക്കണ്ടേ? 160 ഒട്ടകണ്ടിയെങ്കിൽ ഹിക്കത്താനി കൊടുക്കണം. പിന്നെ എന്തും കൊടുക്കണം? ബിന്ത് ലബൂന് കൊടുക്കണം. ഒരു ബിന്ത് ലബൂൻ. ഓരോ 40ലും ഒരു ബിന്ത് ലബൂൻ. അതല്ല 120 കഴിഞ്ഞ് ഒരാൾക്ക് 170 ഒട്ടകമുണ്ട്. 170 ഒട്ടകമുണ്ട്. അപ്പോൾ എന്താ കൊടുക്കണ്ടേ? ഹിക്കത്താനിയും കൊടുക്കണം. പിന്നെ വേറെ ഹിക്കയും. അപ്പം എത്ര എണ്ണം കൊടുക്കണം? 3 ഹിക്ക. 3 ഹിക്കകളെ സക്കാത്ത് കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലാണ്ട? 120 ശേഷം വീണ്ടും ഒരാൾക്ക് ഒട്ടകങ്ങളുണ്ട്. അപ്പോൾ ആ ഒട്ടകം 40 എണ്ണം എത്തിയിട്ടുണ്ടെങ്കിൽ 40 നോക്കുക. അതിനൊക്കെ എന്ത് ചെയ്യണം? ഹിക്കകൾ 2 എണ്ണം കൊടുക്കണം. ബിന്ത് ലബൂൻ ഓരോന്നും 40 കൊടുക്കണം. ഓരോ 40നും ബിന്ത് ലബൂൻ. അതല്ല 50 എണ്ണം ഉണ്ട് എങ്കിൽ ഓരോ 50നും ഈ ഹിക്കകളും പിന്നെ 50 ഓരോന്നിനും ഓരോ ഹിക്കകളും. മനസ്സിലായി? 2 ഹിക്കകൾ 120 വരെയുള്ളതിന് പിന്നെ ഓരോ 50നും ഹിക്കകൾ ഇങ്ങനെ കൊടുക്കുക. അതാണ് അതിൻ്റെ സക്കാത്ത്. ഖലാസ്. നിങ്ങൾ ഹദീസ് വായിക്കണതിൻ്റെ ഒപ്പങ്ങളില്ലേ? തയ്യം ഹദീസിൻ്റെ ഒപ്പം ഇങ്ങനെ പോകണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പറഞ്ഞേ. വമൻ ലം യകുൻ മഅഹു ഇല്ല അർബഉ മിനൽ ഇബിൽ. ഒരാളെടുത്ത് 4 ഒട്ടകം മാത്രമേ ഉള്ളൂ എങ്കിൽ, അതാണ് ഒരാളെടുത്ത് ഇല്ല 4 ഒട്ടകം അല്ലാതെ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾക്ക് 4 ഒട്ടകം മാത്രമേ ഉള്ളൂ എങ്കിൽ ഫലൈസ ഫിഹ സദഖത്തുൻ. അയാൾക്ക് എന്തില്ല? സദഖല്ല. എന്തുകൊണ്ട് സദഖല്ല? എന്തുകൊണ്ട് സദഖല്ല? അതിനെങ്ങനെ പറയാ? നിസാബ് എത്തിയിട്ടില്ല. ഒരാൾക്ക് 4 ഒട്ടകേ ഉള്ളൂ, അയാൾക്ക് സദഖല്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അയാൾക്ക് നിസാബ് എത്തിയിട്ടില്ല. നിസാബ് എത്രയാണ്? ചുരുങ്ങിയത് 5 ഒട്ടകമാണ്. 5 ഒട്ടകമാണെങ്കിൽ എത്ര ഒട്ടകം കൊടുക്കേണ്ടത്? ഒരാടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതാണ് വായിച്ചാൽ. അതൊന്നുകൂടി വായിക്കേ. ഒരാൾക്ക് 4 ഒട്ടകം മാത്രമാണുള്ളത് എങ്കിൽ ഫലൈസ ഫിഹ സദഖ. അതിലെന്തില്ല? അയാൾക്ക് സക്കാത്തില്ല. ഇല്ല അയ്യഷ റബ്ബുഹ. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു ഉദ്ദേശിച്ചാലൊഴികല്ല. അവിടെ റബ്ബുഹ എന്ന് പറഞ്ഞാൽ ആ ഒട്ടകങ്ങളുടെ ഉടമ ഉദ്ദേശിച്ചാലൊഴികെ. റബ്ബുഹ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ ഉടമ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ഇല്ല അയ്യഷ റബ്ബുഹ, ഒട്ടകത്തിൻ്റെ ഉടമ ഉദ്ദേശിച്ചാലല്ലാതെ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാം. അയാൾക്ക് എന്ത് ചെയ്യാം? 4 ഒട്ടകത്തിനും സക്കാത്ത് കൊടുക്കാം. പക്ഷേ നിർബന്ധമല്ല. വഫി അത് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലേ? അത് വേറെ വിഷയമാണ്. ഖനമിനെ കുറിച്ചല്ലേ പറയണേ? ഇവിടെ ഇനി വഫി സദഖത്തിൽ ഖനം, അത് വേറെ. ഖനമിനെ കുറിച്ച്, ആടിനെ കുറിച്ചാണ്. ആടിൻ്റെ സദഖയാണ് പറയുന്നത്. ഇപ്പം അതുവരെ ഇല്ല യശാ റബ്ബുഹ എന്ന് വരെയുള്ളത് ആരുടെ വിഷയത്തിലാണ്? ഒട്ടകങ്ങളുടെ സക്കാത്തിൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ ഒട്ടകങ്ങളുടെ സക്കാത്തിൻ്റെ വിഷയം അവിടെ എന്തായി? പൂർത്തിയായി. മനസ്സിലായി? ഇനി ഖനം, ഇതിപ്പോൾ അൽ ഇബിൽ ഒട്ടകം, സക്കാത്തുൽ ഇബിൽ ഒട്ടകത്തിൻ്റെ സക്കാത്ത്. ഇനി അൽ ഖനം ആട്. طيب وفي الغنم في صدقة الغنم في سائمتها إذا كانت 40 إلى 20 و100 شاة. طيب وفي صدقة الغنم ആടിൻ്റെ സക്കാത്തിൻ്റെ വിഷയത്തിൽ
ഫി സായിമത്തിഹ, അതിലെ സായിമത്തിലാണ് സക്കാത്ത്. സായിമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സായിമത്ത് എന്ന് പറഞ്ഞാൽ മേഞ്ഞ് തിന്നുന്നത്. അത് കാലികളിൽ മൊത്തത്തിലുള്ള നിയമം അതാണ്. സായിമത്ത് എന്ന് പറഞ്ഞാൽ മേഞ്ഞ് തിന്നുന്ന ആടുകളിലാണ് എന്ത്? സക്കാത്ത്. അത് ഒട്ടകങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ പെരയിൽ കെട്ടിയിട്ട് വളർത്തുന്ന ഒട്ടകങ്ങളാണ്, അല്ലെങ്കിൽ പെരയിൽ കെട്ടിയിട്ട് വളർത്തുന്ന ആടുകളാണെങ്കിൽ അതിനെന്തില്ല? സക്കാത്തില്ല. നമ്മൾ തിന്നാൻ കൊടുത്ത് തീറ്റി പോറ്റി വളർത്തുന്നതായ ആടുകൾക്ക് മാടുകൾക്ക് സക്കാത്തില്ല. പിന്നെ എങ്ങനെയുള്ള ആടുകൾക്കാണ്? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കണ്ടില്ല, ആടുകളൊന്നായിട്ട് മേഞ്ഞ് നിന്നുകൊണ്ട് കിടക്കണ്, ഒട്ടകങ്ങളൊന്നായിട്ട് മേഞ്ഞ് നിന്നാണ്, അതാണ് സായിമത്ത്. അതിലാണ് സക്കാത്ത്. അതേസമയം ഒരാൾ വീട്ടിൽ വളർത്തുകയാണ്, പിന്നെ പാലിന് വേണ്ടി അതേപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുകയാണ്, മൂപ്പര് പുല്ലരിയാണ്, മൂപ്പര് കാടി കൊടുക്കണം, ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ അതിൽ സക്കാത്തില്ല എത്രയായാലും. അത് കാലികളുടെ സക്കാത്തിൻ്റെ വിഷയത്തിൽ കാലികൾ സായിമത്തായിരിക്കണം എന്നുള്ളത് എന്താണ്? ഷർത്താണ്, നിബന്ധനയാണ്. ഏത്? ഫാം വേറെ, അത് കച്ചവടമാണ്. സായിമത്തിലാണ് സക്കാത്ത്. മനസ്സിലെ? ഫാമിൽ അത് പാലിന് വേണ്ടിയിട്ടാണ്, പാല് ബിസിനസ്സാണ്, അതിൽ സക്കാത്ത് വരും. മനസ്സിലല്ലേ? മാത്രമല്ല അത് സായിമത്തല്ല. സായിമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നമ്മൾ നേരം വെളുക്കുമ്പോൾ എന്ത് ചെയ്യും? പറമ്പക്കാണ് കയറൂരി വിടും, എന്നിട്ട് കാട്ടിലും ഇതൊക്കെ പോയിട്ട് എന്തെങ്കിലും മേഞ്ഞ് തിന്നിട്ട് വരും. ഇഷ്ടംപോലെ ആടുകളുണ്ട്, ഇഷ്ടംപോലെ പശുക്കളുണ്ട്, മാടുകളുണ്ട് എങ്കിൽ അതിൽ സക്കാത്ത് ഉണ്ടാവും ഈ പറഞ്ഞ രീതിയിൽ. അതാണ് സായിമത്ത്. സായിമത്ത് വയനാട്ടിലൊക്കെ ആയിരുന്നെന്ന്, വയനാട്ടിൽ അങ്ങനെയാണ്, രാവിലെ കയറൂരിയാണ് വിടും, അത് കാട്ടിൽ പോവും, എന്നിട്ട് വൈകുന്നേരമാണ് എന്ത് ചെയ്യുക? കാലികളൊന്നായിട്ട് തിരിച്ചു വരിക. അതേപോലെ തന്നെ പിന്നെ എസ്റ്റേറ്റിലേക്കാണ് കയറൂരി വിടും, അത് മേഞ്ഞ് തിന്നും, പിന്നെ വൈകുന്നേരം കൊണ്ടുവരും, കെട്ടിയിടും, അതൊക്കെ വേറെ വിഷയം. പക്ഷേ എന്നാലും അതെന്താണ്? സായിമത്താണ്. അതിലാണ് സക്കാത്ത്. ബഹീമത്തുൽ അൻആം ഉണ്ടല്ലോ, കാലികൾ, അതിൽ സക്കാത്ത് എപ്പോഴും സായിമത്തിൽ മാത്രമാണ്. സായിമത്തിൽ മാത്രമാണ്. സായിമത്ത് എന്ന് പറഞ്ഞാൽ മേഞ്ഞ് തിന്നുന്നത്. അതാണ് പറഞ്ഞത് വഫി സദഖത്തിൽ ഗനമി ഫി സായിമത്തിഹ. പിന്നെന്താ? ഇദാ കാനത്ത് 40 ഇലാ 120, 40 മുതൽ 120 വരെ ആടുകൾ. അതിലെന്താണുള്ളത്? ഷാത്തുൻ. ഇലാ 120 ഷാത്തുൻ. അപ്പോൾ 120 വരെ ആടുകൾ ഒരാൾക്കുണ്ട് എങ്കിൽ അതിലെന്താണ്? ഒരാൾക്ക് 40 ആടുണ്ട് എങ്കിൽ ഒരാട്. മനസ്സിലല്ലേ? ആ ആടുകൾ എണ്ണം 119 വരെയാണെങ്കിൽ എത്ര ആടാ? ഒരാട്. 120 വരെ ഒരാടാണ്. 120 ആയാലാണ് നീ പറയുന്നത്. പറയും നീ. 120 മുതൽ 100 വരെയാണ് എങ്കിൽ ഫഫീഹ ഷാത്താനി, ഇതിൽ ഒരു ഷാത്ത്. ഇവിടെ പറഞ്ഞാണി ഷാത്താനി, 2 ആട്. കണ്ടാ? അപ്പോൾ ഒരാൾക്ക് 200 ആടുകൾ ഉണ്ട് എങ്കിൽ 2 ആടാണ്. മനസ്സിലായോ? 200 വരെ ആട്, 199 വരെ 2 ആട്. പിന്നെ 200 തൊട്ട് 300. ഫഫിക്കുല്ലി ഫഫീഹ 3 ഷിയ, 3 ആടുകൾ. 300 ആടുകളാണ് എങ്കിൽ അതിൽ 3 ആടുകളാണ് സക്കാത്ത്. فإذا زادت على 300 فإذا زادت على 300 ففي പിന്നെ ഓരോ 100നും ഓരോ ആടുകൾ, ഓരോ 100നും ഓരോ ആടുകൾ. മനസ്സിലാണ്ട? അത് ഇതൊന്നും ഇപ്പം നമ്മൾ തോന്നുന്നു ഇത്ര ആടുകളൊക്കെ ഇതൊന്നും ഇത്രയൊക്കെ ആടുകൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? 300 ആട് 400 ആട് ഇതൊന്നും എന്തല്ല ഒരു അത്ഭുതമല്ല. അതേപോലെ തന്നെ ഒട്ടകങ്ങൾ, അതൊന്നും ഒരു അത്ഭുതമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പിന്നെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്ക് 100 ഒട്ടകം കൊടുത്ത്. അപ്പോൾ മൂപ്പര് പറയും എനിക്ക് ഇനിയും വേണമെന്ന്. മനസ്സിലായില്ലേ? ഇനിയും വേണം അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആടുകൾ ഒട്ടകങ്ങൾ കൊടുക്കുകയാണ്. ധാരാളക്കണക്കിന് ഒട്ടകങ്ങളുണ്ടാകും, അത് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ധാരാളക്കണക്കിന് ഒട്ടകങ്ങളുണ്ടാകും. ഓരോരുത്തരും അവരുടെ പിന്നെ ഈ ഇതിൽ മരുഭൂമിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ മസ്റഅയിൽ, അതേപോലെ തന്നെ ആടുകളും.
അപ്പോൾ 300 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ 100നും ഓരോ ആട് വീതമാണ് സക്കാത്ത്. തയ്യ് فإذا كانت سائمة الرجل ناقصة عن 40 شاة واحدة فليس فيها صدقة. പറഞ്ഞെന്താ ഒന്നുകൂടി പറഞ്ഞാണി. فإذا كان سائمة الرجل ناقصة عن 40 شاة عن 40 ഷാത്തൻ വാഹിദത്തൻ. അതായത് ഒരു വ്യക്തിയുടെ സായിമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയുടെ മേഞ്ഞ് തിന്നുന്ന ആടുകൾ, അതിൽ നാഖിസത്ത്, അത് കുറവാണ്. എന്താ അതിൽ കുറവ്? 40 നിന്ന് കുറവാണ്. ഷാത്തുൻ വാഹിദ, ഒരു ആട്. മനസ്സിലല്ലേ? അപ്പോൾ ഒരാളുടെ മേഞ്ഞ് തിന്നുന്ന ആടുകളുണ്ട്, അത് 40 നിന്ന് ഒരാട് കുറവാണ് എങ്കിൽ എന്താ പറഞ്ഞത്? ഫലൈസ ഫീഹാ സദഖത്തുൻ, അയാൾക്ക് എന്തില്ല? സദക്കല്ല. അപ്പോൾ ഒരാൾക്ക് 39 ആടുണ്ട് എങ്കിൽ അയാൾക്ക് എന്തില്ല? സക്കാത്തില്ല. ആ ആടുകളിൽ അയാൾക്ക് സക്കാത്തില്ല. കാരണം എന്താ? നിസാബ് എത്തിയിട്ടില്ല. നിസാബ് എത്രയാണ്? ചുരുങ്ങിയത് 40 ആടാണ്. ഇല്ല അയ്യഷാ റബ്ബുഹ. എന്താ? ഈ 39 ആടിൻ്റെ ഒരാൾക്ക് 39 ആടുണ്ടെങ്കിൽ ആ ഉടമ പറയാണ് 39 ആടുണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അയാൾക്ക് കൊടുക്കാം. പക്ഷേ എന്തില്ല? നിർബന്ധം ഇല്ല. ആടുകളെ കച്ചവട സക്കാത്തില്ല. കച്ചവടത്തിന് ചരക്ക് നൽകി കച്ചവടത്തിലും സായിമത്തിനും രണ്ടുകൂടി ഒക്കൂല. യാ കച്ചവടം യാ സായിമ. കച്ചവടത്തിന് ഒരാളെന്ത് ചെയ്ത് 40 ആടുകളെ വെച്ച് ഇതല്ലേ, അത് മേഞ്ഞ് നിന്ന ആടുകളല്ല. ഇതെന്താ? ഈ കച്ചവടത്തിന് വെച്ച് ഒറൂദു തിജാറയാണ്. കച്ചവടത്തിന് പ്രദർശിപ്പിക്കപ്പെട്ട ആടുകളാണ്. അത് കച്ചവടച്ചരക്കാണ്. അപ്പോൾ കച്ചവടച്ചരക്ക് എന്നുള്ള ആൾക്ക് എന്ത് ചെയ്യണം? അതിന് വില കെട്ടണം. വില കെട്ടിയിട്ട് അയാൾ ആ വിലക്ക് 2.5% സക്കാത്ത് കൊടുക്കണം. അത് ഇനി 2 ആടായാലും ശരി. ഒരാൾ 2 ആടിനെ കച്ചവടത്തിനിട്ട് എങ്കിൽ അത് കച്ചവടച്ചരക്കാണ്. 5 ആടിനിട്ട് കച്ചവടച്ചരക്കാണ്, അതിന് സക്കാത്ത് ഉണ്ട്. പക്ഷേ സായിമത്തായി മേഞ്ഞ് നിന്ന ആടുകളാണ് എങ്കിൽ അതിന് സക്കാത്ത് എത്ര വരെയില്ല? 40 എത്തുന്നത് വരെയില്ല. പറഞ്ഞാൽ മനസ്സിലായോ? കച്ചവടച്ചരക്കും സായിമത്തും ഒന്നിച്ചു ആവൂല. അതൊരിക്കലും രണ്ടും ഒന്നിച്ച് വരാത്ത വസ്ഫാണ്. ഒന്നുകിൽ കച്ചവടച്ചരക്ക് അല്ലെങ്കിൽ സായിമത്ത്. സായിമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് മേഞ്ഞ് നിന്ന് നടക്കുന്ന വൈകുന്നേരം കൂടാണീന്, പിന്നെ രാവിലെ മേഞ്ഞ് നിന്ന് പോകുന്ന വൈകുന്നേരം കൂടാണീന്, അതാണ് സായിമത്ത്. അതൊരിക്കലല്ല. ഒരാൾ എന്ത് ചെയ്തു? അതിനെ കച്ചവടത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കച്ചവടച്ചരക്കായി, പിന്നെ അതിന് സായിമത്ത് എന്നുള്ള വസ്ഫില്ല. മനസ്സിലാണ്ട? പറഞ്ഞത് മനസ്സിലാണ്ട? ഉൾക്കൊള്ളണില്ല. പക്ഷെ വിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ നിയ്യത്ത് ചെയ്തിട്ട് അതിനെ വിൽക്കാൻ വേണ്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ. പക്ഷെ അത് വരെ അതെന്താണ്? അത് സായിമത്താണ്. എപ്പോഴും ചിലർ പാലിന് വേണ്ടിയിട്ട് വളർത്തും കാലികളെ, മനസ്സിലായി? ചിലർ പിന്നെ പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി അങ്ങനെ കാലികളെ വളർത്തും. പിന്നെ സായിമത്തായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്? മേഞ്ഞ് തിന്ന് വളരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒട്ടകങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ പല ലക്ഷ്യങ്ങളുണ്ടാവും അവർക്ക്. മനസ്സിലായോ? കച്ചവടത്തിന് നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കച്ചവടക്കാരന് അതിന് ആളുകളെ കൊണ്ടുവന്ന് കാണിക്കലായി, പിന്നെ അതിന് പിന്നെ പരസ്യം വെക്കലായി. അപ്പോൾ അത് കച്ചവടച്ചരക്കായി. അതിൻ്റെ വിധി വേറെയാണ്. കച്ചവടച്ചരക്കാണെങ്കിൽ അത് എത്ര ആളായാലും 40 എത്തിക്കൊള്ളണമെന്നില്ല. അതാ പരിധി. വർഷത്തിലൊരിക്കൽ, വർഷം തികയുമ്പോൾ പിന്നെ സായിമത്തായ ആട് പിന്നെ ഇതിന് ഈ നിസാബത്ത് എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി. ഇത് പിന്നെ പ്രസവിച്ചിട്ട് എണ്ണം തികയുന്ന സന്ദർഭത്തിലാണ് ഇതിൻ്റെ സക്കാത്ത്. പറഞ്ഞാൽ മനസ്സിലായില്ല? അല്ല എല്ലാ വർഷവും കൊടുക്കണം. എണ്ണം കൂടുന്നതിനനുസരിച്ച് കൊടുക്കണം. ഇല്ല
പിന്നെ കാലികളെ സംബന്ധിച്ചിടത്തോളം കാലികൾക്ക് ഈ എണ്ണാണ്, എണ്ണം തികഞ്ഞിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ആ എണ്ണം വളർന്നിട്ട് പിന്നെ ഈ എണ്ണത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ കച്ചവട ചരക്കിനാകുമ്പോഴാണ് വർഷം തികയേണ്ടത്. വർഷം തികയുമ്പോൾ സക്കാത്ത് അത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിനും എണ്ണം കൂടുന്നതിനനുസരിച്ച് സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അത് പിന്നെ അത് വർഷാവർഷവും, അതായത് പിന്നെ ഇപ്പം ഈ വർഷം സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് വന്നു, മനസ്സിലായില്ലേ? സക്കാത്ത് പിരിച്ചു പോയി, പിന്നെ അടുത്ത വർഷം സക്കാത്ത് പിരിക്കാൻ വരുമ്പോൾ വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഇത് ഓരോ വർഷവും സക്കാത്ത് കൊടുക്കണം, വർഷവും സക്കാത്ത്. ഇപ്പോൾ ഒരാളുടേത് ഈ വർഷം സക്കാത്ത് മേടിച്ചു, ഇനി അയാൾക്ക് ഈ വർഷം കൂടുമ്പോൾ അയാളുടെ അടുക്കൽ വന്നിട്ട് വീണ്ടും അയാൾ സക്കാത്ത് കൊടുക്കണം. എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കണത്. 40 എണ്ണം എത്തിയിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, മനസ്സിലായില്ലേ? പിന്നെ അതോടുകൂടി തീരുന്നില്ല, പിന്നെ അടുത്ത വർഷം വന്നിട്ടുണ്ടെങ്കിൽ എണ്ണം ആയിട്ടുണ്ടെങ്കിൽ ഇനി സക്കാത്ത്. ഇല്ല വർഷം തികയുമ്പോൾ അപ്പോഴല്ലേ സക്കാത്ത് ബാധ്യതയായി വരിക. അവിടെ വിഷയമുണ്ടല്ലോ, 40 ആയി, ഒന്ന് സക്കാത്തായിട്ട് കൊടുത്ത് പിന്നെ 39 ഉള്ളൂ. ആ 39 തുടർന്നിട്ടുണ്ടെങ്കിൽ സക്കാത്തില്ല, വർഷം തികഞ്ഞാലും ഇല്ല. വർഷം തികയുമ്പോൾ ഇതിപ്പോൾ ഒന്നാമത് സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എപ്പോഴാണ് സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് വരിക? വർഷമാണ് സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോഴാണ് സക്കാത്ത് കൊടുക്കുക, എണ്ണം തികഞ്ഞിട്ട്. മനസ്സിലായോ? അസലും ഫറവും നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇന്ന് സക്കാത്ത് കൊടുത്ത് കാലിക്കുകയെങ്കിൽ പിന്നെ അവിടെ എന്തുണ്ട്? തള്ള കാലികളുണ്ട്, പിന്നെ അതിനെന്തുണ്ടാവും? ഫറ ഉണ്ടാവും ചെയ്യും, മനസ്സിലായില്ലേ? അത് പിന്നെ അടുത്ത വർഷം വർഷം തികയുമ്പോൾ എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ചാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ദിവസം സക്കാത്ത് കൊടുക്കുക എന്നുള്ളതല്ല. പറഞ്ഞത് മനസ്സിലായി? കൃഷിയാണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത്. വർഷം തികയുന്ന വിഷയത്തിൽ വ്യത്യസ്തമായിട്ടുള്ളത് കൃഷിയാണ്. കൃഷിൻ്റെത് വാത്തു ഹക്കഹു യൗമ ഹസാദി, കൊയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. വിള വരുന്നതിനനുസരിച്ചാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അവിടെ വർഷം തികയിലില്ല. അതേസമയം ഇതങ്ങനല്ല. പറഞ്ഞത് മനസ്സിലാണ്ട? ഇനി ഈ ചിലപ്പോൾ ഇതിൻ്റെ ഹദീസിൽ വരും ഇൻഷാ അല്ലാഹ് ഒരു ഭാഗം. അവിടെ വരെ വല അതൊന്നുകൊണ്ട് വായിച്ചാണ്. ഇല്ല അതിന്റെ മുമ്പത്തെ വായിക്ക്. അവിടെ വലാ യുജ്മഉ ബൈനൽ മുതഫർരിഖൈൻ അല്ലേ? വലാ യുജ്മഉ ബൈന മുതഫർരിഖിൻ വലാ യുഫറഖു ബൈന മുജ്തമഇൻ. അതെന്താ പറഞ്ഞത്? മുത്തഫർരിഖായത് ജമ്മ ചെയ്യപ്പെടാൻ പാടുള്ളതല്ല. അതായത് സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോവുകയാണ്, മനസ്സിലായേ? അപ്പോൾ ഇയാൾക്ക് കുറേ മാടുകളുണ്ട്, കുറേ ആടുകളുണ്ട്, കുറേ ഒട്ടകങ്ങളുണ്ട്, അല്ലേ? ഒട്ടകം 5 അല്ല 4 ഉള്ളൂ. ആട് 35 ഉണ്ട്, അല്ലെങ്കിൽ 36 ഉണ്ട്, അല്ലേ? അപ്പോൾ ആടും ഒട്ടകം കൂട്ടിയാൽ എത്ര ഉണ്ട്? 40 ഉണ്ട്. അങ്ങനെ മുത്തഫർരിഖായതിനെ ജമ്മ ചെയ്യാൻ പാടുള്ളതല്ല. എന്തിന്? സക്കാത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അത് സക്കാത്ത് പിരിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ടതാണ്. സക്കാത്ത് പിരിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വ്യത്യസ്ത കാലികളെ കൂട്ടിയിട്ടുണ്ട് എങ്കിൽ എന്തുണ്ട്? എണ്ണം തികയും. ഏതിൻ്റെയും ഒന്നിൻ്റെ എണ്ണം തികയും. അങ്ങനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? സക്കാത്ത് എടുക്കാൻ പാടുള്ളതല്ല. അതാണ് വലാ യുജ്മഉ ബൈന മുതഫർരിഖിൻ. മുതഫർരിഖായതിനിടയിൽ ജമ്മ ചെയ്യപ്പെടാൻ പാടുള്ളതല്ല. അത് സക്കാത്ത് പിരിക്കുന്നവൻ. അടുത്തത് വലാ യുഫറഖു ബൈന മുജ്തമിഇൻ ഖശിയത സദഖ. സദഖനെ പേടിച്ചിട്ട് മുജ്മഅയതിനെ മുതഫർരിഖാക്കാനും പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പിന്നെ ഒരാളെടുത്ത് 40 ആടുണ്ട്, 40 ആടുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ വിളയാണ്, ഒരു സംഘം ആളുകളുണ്ട്. അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 40 ഉണ്ട്. ഇപ്പം സക്കാത്ത് വിരിക്കാൻ വരുന്നത് കണ്ടിട്ട് എന്ത് ചെയ്ത് ഇവർ ഈ പിന്നെ പങ്കാളികളുണ്ടല്ലോ, അവർക്കിടയിൽ ഇത് വിരിച്ച് 10 എണ്ണം കൊണ്ടുപോയിക്കോ, ഞാൻ 10 എണ്ണം, മറ്റേ ആൾ 10 എണ്ണം, അങ്ങനെ ആക്കി. അതെന്താ?
ജക്കാത്ത് കൊടുക്കുന്നതിന് ഭയന്നിട്ട്, അതാണ് ഖശിയത്ത സദക്ക, സദക്കയെ ഭയന്നിട്ട് മുജ്തമായതിനെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, വേർപ്പെടുത്താൻ പാടുള്ളതല്ല, വീതിക്കാൻ പാടുള്ളതല്ല. അതാണ് ഒന്നുകൂടി വായിച്ചാൽ അത് ആ പ്രയോഗം. സദക്കയെ ഭയന്ന്, അതാണ് ഖശിയത്ത് സദക്ക. മുജ്തമായതിനെ അതിനെ തഫ്രീക്ക് ചെയ്യാൻ പാടുള്ളതല്ല. വല യുഫറഖ്, അതിനെ തഫ്രീക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഉണ്ടോ, മൊത്തത്തിൽ നിസാബ് എത്തിയിട്ടുണ്ട്, പക്ഷേ സദക്ക കൊടുക്കേണ്ടി വരുന്ന വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ വേറെ വേറെ ആക്കുക, അത് പാടുള്ളതല്ല. പറഞ്ഞാൽ മനസ്സിലായ വിഷയം? മനസ്സിലായ? ഒന്ന് സക്കാത്തിൻ്റെ ആളുമായി ബന്ധപ്പെട്ടതാണ്, മറ്റേത് സക്കാത്ത് പിരിക്കാൻ വരുന്നവനുമായി ബന്ധപ്പെട്ടതാണ്. അയാൾ വ്യത്യസ്തമായതിന് ഒന്നിപ്പിക്കാൻ പാടുള്ളതല്ല സക്കാത്ത് എടുക്കുമ്പോൾ, അതാണ് ആദ്യം പറഞ്ഞത്. പിന്നെ സ്വത്തിൻ്റെ ഉടമ അവരെന്ത് ചെയ്യാൻ പാടുള്ളതല്ല, മൊത്തം സ്വത്തിനെ വേർപ്പെടുത്താനും പാടുള്ളതല്ല. തയ്യ ബിസവിയ, ഖലാസ് അതുവരെ, ബിസവിയ വരെ അത് പറഞ്ഞാണ്. വല വമാകാന മിനൽ ഖലീതൈൻ, എന്താ, രണ്ട് കൂറുകച്ചവടക്കാരാണ്, കൂറുകാരാണ്. അത് ശരീക്ക്, രണ്ട് ശരീക്കുമാരാണ്. എന്ത്, കാലികളുടെ വിഷയത്തിലാണ് ആ പറയുന്നത്, അല്ലേ? വായിച്ചാണി. ബിസവിയ, രണ്ട് ശരീക്കുകൾ ആണ് എന്ത് ചെയ്യുന്നത്, അവരുടേതാണ് ഈ കാലികൾ, മേഞ്ഞു നിന്ന കാലികൾ, രണ്ട് ഉടമക്കാരുടേതാണ്. രണ്ടാളാണ് ഈ മേഞ്ഞു നിന്ന കാലികളുടെ ഉടമകൾ, 2 പേരാണ്. സക്കാത്ത് പിരിക്കുന്ന ആൾ വന്നിട്ട് എന്ത് ചെയ്തു, അതിന് സക്കാത്ത് കൊണ്ടുപോയി. അത് ആ മസാലങ്ങൾ തസവൂറാക്കി, എന്നെങ്കിലും അത് മനസ്സിലാവുള്ളൂ. ഒരു സംഘം കാലികൾ, അത് രണ്ടാളുകളുടേതാണ്. ഒരാളുടേത് അതിൽ 10 ആടുകളാണ്, മറ്റൊരാളുടേത് 30 ആടുകളാണ്. 2 പങ്കാളികളാണ് ഈ ആടുകളുടെ ഉടമ. ഒരാൾക്ക് 10 ആടാണ്, മറ്റേക്ക് 30 ആടുകളാണ്. സക്കാത്ത് പിരിക്കുന്ന വന്ന് അപ്പോൾ 40 ആടിനെ കണ്ട് അയാൾ എന്ത് ചെയ്തു, ഒരാടിനെ കൊണ്ടുപോയി. അപ്പോൾ ഒരാളുടെ മുതൽ എത്ര, 10 ആടാണ്, മറ്റേ ആളുടെ മുതൽ എത്ര, 30 ആടാണ്. അപ്പോൾ എന്ത് ചെയ്യും, 30 ആടുകളുടെ ഉടമണ്ടല്ല, അയാൾ എത്രയാണോ വഹിക്കേണ്ടത് സക്കാത്തായിട്ട് അത് അയാൾ വഹിക്കണം. 10 ആടുകളുടെ വിഹിതം ഉണ്ടല്ലോ, അത് മറ്റേ ആൾ എന്ത് ചെയ്യണം, വഹിക്കണം. അത് പിന്നെ ഈ കുറേ ആടുകളുടെ വിഷയത്തിൽ ഞാൻ മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. കുറേ ആടുകളാണ് എങ്കിൽ, ഇപ്പോൾ 300 ആടാണ്, 400 ആടാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് 300 ആടുകളുണ്ട്. എത്ര സക്കാത്ത്? 100 അല്ലേ? പിന്നെ 3 ആടുകളാണ്. ഒരാളുടെ ഇത് അതിൽ 250 ആടുകളാണ്, വേറൊരാളുടേത് 50 ആടുകളേ ഉള്ളൂ. അപ്പോൾ ഈ 250 ആടുകളുടെ ഉടമയും 50 ആടുകളുടെ ഉടമയും ഒരേപോലെയാണ് സക്കാത്ത്? അല്ല. മനസ്സിലല്ലേ? അപ്പോൾ അതാണ് പിന്നെ വമകാന ലി ഖലീതൈനി ഫഇന്നഹുമാ യതറാജഅനി ബൈനഹുമാ ബിസ്സവിയ. സക്കാത്ത് അതിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, 3 ആടുകളെ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ പിന്നെ യതറാജഅനി, ഈ 2 പങ്കാളികൾ അവർക്കിടയിൽ ബൈനഹുമാ ബിസ്സവിയ, അത് ശരിയായ അനുപാതത്തിൽ എന്ത് ചെയ്യണം, അവർ തങ്ങളിൽ നിന്ന് വസൂലാക്കണം എന്നാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. ശരിയായ ബിസ്സവിയ എന്ന് പറഞ്ഞാൽ ശരിയായ അനുപാതത്തിൽ അവർ എന്ത് ചെയ്യണം, തങ്ങൾക്കിടയിൽ അത് എത്രയാണോ തങ്ങളുടെ വിഹിതം അത് വസൂലാക്കണം. അതാണ് പറഞ്ഞത്. പറഞ്ഞത് മനസ്സിലായ? അപ്പോൾ 50 ആടിൻ്റെ ഉടമ എത്രയാണോ താൻ വഹിക്കേണ്ടത് അത് വഹിച്ചാൽ മതി. 250 ആടുകളുടെ ഉടമ അയാൾ എത്രയാണോ വഹിക്കേണ്ടത് അത് അയാൾ വഹിക്കണം. അതാണ് പറഞ്ഞത്. അത് പങ്കാളികളായിട്ട് ഇങ്ങനെ ഈ ആടുകളെ മേച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആടുകളെ വളർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒട്ടകങ്ങളെ വളർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മാടുകളെ വളർത്തിക്കൊണ്ടുള്ളതായ പിന്നെ കൃഷിയാണ് എങ്കിൽ അവരുടെ സക്കാത്തിൻ്റെ വിഹിതമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇസ്ലാമിക ഭരണം നിലവിലുണ്ട് എങ്കിൽ എന്ത് ചെയ്യും, ഭരണാധികാരി നിശ്ചയിക്കുന്ന സാഴി വരും, ഇത് പിരിക്കാൻ വേണ്ടിയിട്ട് വരൂലേ. അപ്പോൾ അയാൾ ആടുകളെ നോക്കും, എന്നിട്ട് അതിൽ നിന്ന് അയാളെ സക്കാത്തിൻ്റെ വിഹിതം കൊണ്ടുപോകുമ്പോൾ പിന്നെ ഇവരെങ്ങനെയാണ് അത് വഹിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ സ്വത്ത് വിഹിതം, അതിൻ്റെ അനുപാതം, അതിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നെ സക്കാത്തിൻ്റെ പിന്നെ ആ വിഹിതവും അവർ വഹിക്കേണ്ടതാണ്. ഫൈനഹുമാ യതറാജഅനി ബൈനഹുമാ ബിസ്സവിയ്യ, ശരിയായ അനുപാതത്തിൽ അവർ 2 പേരും എന്ത് ചെയ്യണം, തങ്ങളുടെ സ്വത്ത് തങ്ങൾക്കിടയിൽ വസൂലാക്കുക അല്ലെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞു. ആ മസാല മനസ്സിലായ?
ഉം. ഉം. ഏതില് പിന്നെ മൊത്തം സ്വത്തല്ലേ, മൊത്തം സ്വത്ത് എന്നുള്ള ആൾക്കാരിലും സക്കാത്ത് വരും. കാരണം എന്താ, സക്കാത്ത് പിരിക്കുന്ന വരുന്ന എന്താണ്, ഒരാളുടെ ഒരു ഫാം കാണുകയാണ്, അതിലെന്തുണ്ട് 50 ആട്, അതിൽ സക്കാത്തിന് യോഗ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒരാടിനെ കൊണ്ടുപോകും. മനസ്സിലായി? ആടിനെ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇവരെങ്ങനെയാണ് അത് വഹിക്കേണ്ടത് എന്നുള്ളതാണ്, ഉടമക്കാരെങ്ങനെയാണ് അത് വഹിക്കേണ്ടത്. മനസ്സിലായില്ലേ? വഹിക്കേണ്ടത് എത്രയാണോ തൻ്റെ മുതൽ അതിനനുസരിച്ചാണ്. പെർസെൻറ്റേജ്, അതാണ് ഉദ്ദേശിച്ചത്. ഉടമൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമല്ല ഇസ്ലാമിക ഭരണമാണ് എങ്കിൽ ഔദാര്യമല്ല. കാരണം അതെന്താ, അത് മറ്റൊരാളുടെ അവകാശമാണ്, അത് എടുത്തു കൊണ്ടുപോകൽ. അതാണ് തുഖദു മിൻ അഗ്നിയാഇഹിം, ധനികരിൽ നിന്ന് അത് പിടിച്ചെടുക്കപ്പെടും. അല്ലാതെ മൂപ്പര് കൊണ്ടുപോയിട്ട് വാതിൽക്കൊക്കെ ആയി കൊടുക്കുന്നത് എടുത്തു കൊണ്ടുപോകുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നല്ലത് മാത്രം തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചോളി. അതിലെന്തെങ്കിലും സ്വത്തിൻ്റെ ഉടമക്ക് ഇതില്ല, അത് ആ സക്കാത്ത് പിരിക്കുന്നവനാണ് ഇതിൻ്റെ അവകാശം. നമുക്കത് മുഴുവൻ എടുക്കാമല്ലേ, ഇത് മുഴുവൻ എടുക്കാം. വല യുഖ്റജു ഫി സദഖത്തി ഹരിമത്തുൻ വല ദാതു അവർ, അല്ലേ? അവാരി എന്നാണ്, അവരി എന്നാണ്, ഒവാരിൻ. തയ്യും. സദഖയിൽ ഹരിമത്ത് എന്ത് ചെയ്യൂല, എടുക്കപ്പെടൂല. ഹരിമത്ത് എന്ന് പറഞ്ഞാൽ വെറും വയസ്സായത്. ഹരിമ പറഞ്ഞാൽ തള്ളയായതുണ്ടല്ലോ, അതായത് പിന്നെ 40 പശുക്കളുണ്ട് എങ്കിൽ അതിൽ പറ്റ ചാവാലി ആയതുണ്ടല്ലോ, പ്രസവിച്ച് മൂത്തത്, അത് സദക്കയായിട്ട് എടുക്കപ്പെടില്ല. അതാണ് പറഞ്ഞത്. വല യുഖ്റജു ഫി സദഖത്തി ഹരിമത്തുൻ വല ദാതു ഉവർ, അല്ലെങ്കിൽ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ണ് പൊട്ടിയത്, കണ്ണിന് കാഴ്ചല്ലാത്തത്, അല്ലെങ്കിൽ ന്യൂനത ഉള്ളത്, കുറവുള്ളത്. രണ്ടർത്ഥവും പറയാം. വല ദാതു അവർ, കുറവുള്ളത്, ന്യൂനത ഉള്ളത്. ഇപ്പോൾ കണ്ണ് കാണാതെ, അതേപോലെ തന്നെ മുടന്തുള്ളത്, ഇങ്ങനത്തതൊക്കെ സക്കാത്തായിട്ട് കൊടുക്കുക, അത് പറ്റൂല. അതാണ് വല യുഖ്റജു ഫി സദഖത്തി ഹരിമത്തുൻ വല ദാതു അവാർ. അവരി എന്നും പറയാം, അവാരി എന്നും പറയാം, ഉവാർ എന്നും പറയാം. മുഷ്കിൽ വല തൈസുൻ മുസദ്ദിഖു. വല തൈസുൻ, തൈസും സദക്കായിട്ട് എടുക്കപ്പെടൂല. തൈസ് എന്ന് പറഞ്ഞാൽ എന്താ? തൈസ് എന്ന് പറഞ്ഞാൽ കൂറ്റനാടിനാ പറയാ. ആണാടുണ്ടല്ലോ കൂറ്റൻ, അതിന് സദക്കായിട്ട് എടുക്കൂല. എന്തുകൊണ്ടാണ് കൂറ്റൻ എടുക്കൂല അറിയണത്? ഒന്നാമത് പെണ്ണല്ല, രണ്ടാമത്തേത് ഒരാണിൻ്റെ ആട്ടിൻ്റെ പറ്റുണ്ടെങ്കിൽ അതിൽ കൂറ്റൻ അനിവാര്യമാണ്. എന്തിന്? ഈ പ്രത്യുൽപാദനത്തിന്. അപ്പോൾ അതിനെ സദക്കായിട്ട് എടുക്കുക എന്നുള്ളത് ശരിയല്ല. പിന്നെ മാത്രമല്ല, ഈ കൂറ്റന്മാരെ സംബന്ധിച്ചിടത്തോളം മാംസത്തിൻ്റെ വിഷയത്തിലും എന്തല്ല അത്ര പിന്നെ ഇപ്പം നമ്മളല്ലേ ന്യൂനത ഉള്ളത് പറ്റൂല എന്ന് പറഞ്ഞില്ലേ, ആ നിലക്ക് നോക്കുകയാണെങ്കിൽ കൂറ്റനാടിൽ എന്തുണ്ട്, ഒരു ന്യൂനത ഉണ്ട്. അതിൻ്റെ മാംസം മറ്റ് ആടുകളെ മാതിരി തന്നെ ഉള്ളൊരു ഇതല്ല എന്നുള്ളതാണ്. തൈസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രത്യേക ഗന്ധം, പ്രത്യേക ഒരു മണം, അതിനൊരു ഐബാണി എന്ന് പറയപ്പെടുന്ന. അള്ളാഹു ആലം. അലാക്കുല്ലിൻ തൈസ് എന്നുണ്ടെങ്കിൽ കൂറ്റനാടാണ്, അതിനെന്ത് ചെയ്യൂല, സക്കാത്തായിട്ട് എടുക്കപ്പെടൂല. നമുക്ക് തീരൂല. ഇല്ല യശാൽ മുസദ്ദിഖ്, സക്കാത്ത് കൊടുക്കുന്നവന് ഉദ്ദേശിച്ചാലല്ലാതെ. സക്കാത്ത് കൊടുക്കുന്നവന് ഉദ്ദേശിച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഫഹലിനെ ഇതിനെ തൈസിനെ കൊടുക്കാം. തൈസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, പിന്നെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം നിശ്ചയിക്കണ പിന്നെ ആടാണ്. അതിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രയാസമാണ്. മനസ്സിലായില്ലേ? മറ്റു ആടുകളുടെ പുറം കയറാൻ ആടുണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ എടുക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ ഒരേ മുസദ്ദിഖ് സദക്ക കൊടുക്കുന്ന ആൾ പറയണം അതിനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാവുന്നതാണ്. ഇവിടെ പിന്നെ ഇതിൻ്റെ പ്രത്യേകം നോക്കി, നിങ്ങൾ സ്വത്തിൻ്റെ ഉടമയും ഉപദ്രവിക്കപ്പെടാൻ പാടുള്ളതല്ല. ആർക്കാണ് സക്കാത്ത് കൊടുക്കുന്നത് അവരും ചെയ്യാൻ പാടുള്ളതല്ല, ഉപദ്രവിക്കപ്പെടാൻ പാടുള്ളതല്ല. ലാ ദററ വല ദിറാർ. മനസ്സിലെ? ഒരാൾക്കും എന്തില്ല, ധനികനാണെന്നുള്ളയാൾക്ക് ധനികനോടും ഉപദ്രവമല്ല, ഇത് വാങ്ങുന്ന ആളുകൾ ദരിദ്രരാണെന്ന് വെച്ചാൽ അവർക്കും എന്തില്ല, ഉപദ്രവമില്ലാത്ത വിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സക്കാത്തിനെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഇതിലൂടെ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തയ്യിബ്.
وفي الرقة في في 200 درهم في 200 درهم ربع العشر ربع العشر وفي الرقة رقة എന്താ വെള്ളി ഫിദ്ദത്ത് വെള്ളി വെള്ളിയിൽ ഫി 200 ദിർഹമിൻ 200 ദിർഹമിൽ എന്താ റുബുൽ ഉഷ്ർ എത്ര റുബുൽ ഉഷ്ർ 10 4 2.5% 10 4 മനസ്സിലാണ്ട വഫിർ റിഖ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഒട്ടകത്തിൻ്റെ സക്കാത്താണ് പിന്നെ പറഞ്ഞത് ആടിൻ്റെ സക്കാത്താണ് ഇപ്പം ഇനി പറയുന്നത് എന്തിനാണ് വെള്ളിയാണ് വഫിർ റിഖത്തി വെള്ളിയുടെ വിഷയത്തിൽ ഫി 200 ദിർഹമിൻ 200 ദിർഹമിൽ എന്താ റുബുൽ ഉഷ്ർ 10 4 സക്കാത്ത് 10 4 പറഞ്ഞാൽ 2.5%. അപ്പോൾ എത്ര ആയിരിക്കും 200 ദിർഹമിൽ 50 10 4 200ൻ്റെ 10 എത്ര 20 20ൻ്റെ 4 എത്ര 5 അല്ല فإن لم تكن إلا 90 و100 فليس فيها صدقة إلا أن يشاء ربها ആ എന്താ പറഞ്ഞേ فإن لم تكن إلا 90 ആ و100 ആ ഫഇല്ലം തകുൻ ഇല്ലാ 90 വമിയ ഒരാളുടെ അടുക്കൽ 90 വമിയേ ഉള്ളൂ ഇത്ര 90 വമിയ 190 200 190 ഉള്ളൂ എങ്കിൽ എന്താണ് ഫലൈസ ഫിഹ സദക്ക അതിൽ സദക്കല്ല 200 ദിർഹം ഒരാളെടുത്തില്ല അയാളെടുത്ത് 200-ന് താഴെയുള്ളൂ എങ്കിൽ സദക്കല്ല എന്നാണ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ല അയ്യഷ റബ്ബുഹ ആ സ്വത്തിൻ്റെ ഉടമ വെള്ളിയുടെ ഉടമ ഉദ്ദേശിച്ചാലല്ലാതെ അയാൾക്ക് ഉദ്ദേശിക്കണമെങ്കിൽ അയാൾക്ക് കൊടുക്കാവുന്നതാണ് പറയ് വമൻ ബലഗത് عنده حقة فإنها تقبل منه الحقة ويجعل معها شاتين استيسرتا له إن استيسرت له أو 20 درهما خلاص അതുവരെ ومن بلغت عنده من الإبل صدقة الجذع ഒരാളുടെ അടുക്കൽ ഒട്ടകത്തിൽ സദഖത്തുൽ ജദഅ എത്തി എന്ന് പറഞ്ഞേ എങ്ങനെ പറഞ്ഞേ എന്താ പറഞ്ഞേ ഒരാളുടെ അടുക്കൽ ഒട്ടകമുണ്ട് എത്ര ഒട്ടകമുണ്ട് സദഖത്തുൽ ജദഅ കൊടുക്കാൻ മാത്രം ഒട്ടകമുണ്ട് ആ ഒരാളടുത്ത് 75 ഒട്ടകമുണ്ട് 75 ഒട്ടകം ഉണ്ടെങ്കിൽ എന്താ കൊടുക്കണ്ടേ ജദഅത്താണ് കൊടുക്കേണ്ടത് ജദഅത്താണ് കൊടുക്കേണ്ടത് എന്താ ജദഅത്ത് 4 കഴിഞ്ഞ് 5-ലേക്ക് പ്രവേശിച്ചത് ആ പ്രായത്തിലാണ് ഒട്ടകങ്ങളുടെ പല്ല് കൊഴിയുക അതുകൊണ്ടാണ് ജദഅ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരാളുടെ അടുത്ത് 75 ഒട്ടകമുണ്ട് പക്ഷേ സക്കാത്ത് കൊടുക്കാൻ എന്തില്ല ജദഅ ഇല്ല ജദഅ ഇല്ല എങ്കിൽ എന്താണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഹിക്കത്തുൻ ജദഅ ഒട്ടകമായിട്ടില്ല സക്കാത്ത് കൊടുക്കാൻ അതിൽ നിന്ന് പക്ഷെ അയാൾ ഇതെന്തുണ്ട് ഹിക്കത്തുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം ഹിക്കത്ത് കൊടുക്കണം കൂടാതെ 2 ആട് കൊടുക്കണം അല്ലെങ്കിൽ 20 ദിർഹം കൂടെ കൊടുക്കണം മനസ്സിലായോ വമൻ ബലഗത് ഇൻദഹു മിന الإبل صدقة الجذع وليست عنده جذعة وعنده حقة فإنها تقبل منه الحقة ويجعل معها شاتين إن استيسرتا له أو 20 درهم ഇനി ഇസ്തൈസറത ലഹു എന്താ ഇതിനർത്ഥം ഇനി ഇസ്തൈസറത ലഹു ഈ സ്വത്തിൻ്റെ ഉടമ ഉണ്ടല്ലോ 75 ഒട്ടകങ്ങളുടെ ഉടമ അയാൾക്ക് 2 ആടുകൾ കൊടുക്കാൻ സാധ്യമായാൽ എളുപ്പമായിട്ടുണ്ടെങ്കിൽ 2 ആടിനെ കൊടുക്കുക അതില്ലെങ്കിലോ 20 ദിർഹം കൊടുക്കുക 20 ദിർഹം കൊടുക്കുക ഇനി ومن بلغت عنده صدقة الحقة وليست عنده الحقة وعنده الجذعة فإنها تقبل منه الجذعة ويعطيه المصدق 20 درهما أو شاتين ഷാത്തൈൻ അതാർക്കാ മനസ്സിലായത് ആ വായിച്ചത് ആ ഒരാളടുത്ത് ഹെക്ക കൊടുക്കാൻ മാത്രം ഒട്ടകമുണ്ട് 60 ഒട്ടകം അല്ലേ ഉണ്ട് അയാളുടെ അടുക്കൽ അതിന് കൊടുക്കേണ്ട ഹെക്ക ഇല്ല പിന്നെ എന്താ ഉള്ളത് അയാളുടെ അടുത്തൊരു ജദഅയാണുള്ളത് എങ്കിൽ അയാളെ ജദഅ കൊടുക്കണം ആർക്ക് കൊടുക്കണം സദക്ക പിരിക്കാൻ വരുന്നവർക്ക് കൊടുക്കണം തയ്യബ് അപ്പോളോ ആ ആ ആ ആ
വയുഅ്തിഹി അൽ മുസദ്ദിഖു 20 ദിർഹമൻ ഔ ഷാത്തൈനി. എന്നിട്ട് എന്ത് ചെയ്യണം? മുസദ്ദിഖ് അയാൾക്ക് 20 ദിർഹം മുസദ്ദിഖ് കാരണം സദക്ക എടുക്കുന്ന ആള്. സദക്ക എടുക്കുന്ന ആൾ എന്ത് ചെയ്യണം? ജദ വാങ്ങിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് 20 ദിർഹമോ അല്ലെങ്കിൽ 2 ഷാത്തോ കൊടുക്കണം. മനസ്സിലായി? ആദ്യം പറഞ്ഞതിന് നേരെ തിരിച്ച്. തൈ അതാണ് പറഞ്ഞത്. ഖലാസ്. അതൊന്നൊരു വായിച്ചാൽ ഞാൻ ഒരു അവസാന ഭാഗം എന്താണ്? ഇൻദഹു സദഖത്തുൽ ഹിഖ. ഹിഖത്തുൻ ജദഅതു فإنها تقبل منه الجذعة. ويعطيه المصدق 20 درهما أو شاتين. 20 درهما أو شاتين. خلاص. റവാഹുൽ ബുഖാരി. ഇതാ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഇതിൻ്റെ വിഷയത്തിലുള്ള വിശദമായ ഹദീസ്. മനസ്സിലായോ? പിന്നെ ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അനസ് റളിയല്ലാഹു തആല അൻഹു എഴുതി കൊടുത്താണ്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വീകരിച്ചതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഏതായാലും നമ്മളുടെ ദീനിൻ്റെ മഹത്വമാണിത്. മനസ്സിലായല്ലേ? നമ്മുടെ ദീനിൻ്റെ മഹത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഒരിക്കലും എന്തില്ല ഒരു പിന്നെ അവ്യക്തതയിൽ വിട്ടിട്ടില്ല. മനസ്സിലായി? എല്ലാ കാര്യങ്ങളും ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും കർമ്മവശങ്ങളും പഠിപ്പിച്ചു തന്നിട്ടാണ് വിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര സൂക്ഷ്മമായിട്ട് നമ്മൾ ഈ ദീനിനെ പഠിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇനി പിന്നെ ഈ പശുവിൻ്റെ സക്കാത്ത് ഇതൊക്കെ ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളും മറ്റു വിഷയങ്ങളാണ് ഇനി വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.